ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കോമ്പിനേഷണൽ സർക്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഓൾറെഡി ഹാഫ് ആഡർ, ഫുൾ ആഡർ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. മൾട്ടിപ്ലെക്സർ, ഡിമക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഡീകോഡർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീകോഡർ സർക്യൂട്ട്സ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 2 to 4 ബൈനറി ഡീകോഡർ. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ഡയഗ്രം കാണാം. ഇവിടെ ഇൻപുട്ട് ലൈനിൽ യു ക്യാൻ സി 2 ഇൻപുട്ട് ലൈൻ. ഓക്കെ, 2 ഇൻപുട്ട് ലൈൻസ് യു ക്യാൻ സി. രണ്ട് ഇൻപുട്ട്സും 4 ഔട്ട്പുട്ട് ലൈനും നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണാം. ഒരു 2 to 4 ഡീകോഡറിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഈ പറഞ്ഞത്. സോ 2 ഇൻപുട്ടുള്ള ഒരു ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ 4 ലൈൻസ് ഉണ്ടാവും. നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇഫ് ദർ ഇസ് n ഇൻപുട്ട് ലൈൻ, ഓക്കെ, ദർ വിൽ ബി 2 raised to n ഔട്ട്പുട്ട് ലൈൻ. ഇനി വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടിപ്ലെക്സറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ മക്സും ഡീകോഡറും ആണ് നോർമലി നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നൊരു സാധനം. മക്സിൻ്റെ കേസിൽ നമുക്ക് ഇൻപുട്ട് കോമ്പിനേഷൻ അല്ലാതെ നമുക്ക് സെലക്ട് ലൈൻസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ n സെലക്ട് ലൈൻസും 2 raised to n ഇൻപുട്ട് ലൈനും ഒരു ഔട്ട്പുട്ട് ലൈനും. ഇതായിരുന്നു മക്സിൻ്റെ ബേസിക് കോൺഫിഗറേഷൻ. ഡിമക്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. പക്ഷേ എൻകോഡറിൻ്റെ കേസിൽ വരുമ്പോൾ ദർ ഇസ് നോ സെലക്ട് ലൈൻ. ഓക്കെ, ദർ ഇസ് നോ സെലക്ട് ലൈൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ഡീകോഡർ കോൺഫിഗറേഷൻ. ഇതാണ് എൻ്റെ ബേസിക് ഒരു ഐഡിയ, ഡീകോഡറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി എന്താണ് ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻകോഡഡ് ഇൻഫർമേഷനെ ഡീകോഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വേറെ ഇതിൽ പറയാം, എൻകോഡറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് ഡീകോഡർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ജനറലൈസ് പറയുകയാണെങ്കിൽ ദർ ഇസ് n ഇൻപുട്ട് ലൈൻ ആൻഡ് 2 raised to n യൂണീക്ക് ഔട്ട്പുട്ട് ലൈൻ. നമുക്ക് 2 to 4 ഡീകോഡറിൻ്റെ 2 ടേബിളും കൂടെ ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ XY ആയിരുന്നു ഇവിടെ ഇൻപുട്ട്സ്. സോ XY ക്യാൻ ബി കൺസിഡർ ആസ് ദ ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, F0, F1, F2, F3. അപ്പോൾ നോക്കുക, നമുക്ക് F0 എന്ന് പറയുന്ന ലൈൻ 1 ആവുന്നത് എക്സും വൈയും 0, 0 ആവുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം X ബാർ Y ബാർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിറ്റ്. ഇനി നമുക്ക് അടുത്ത F1 എന്ന് പറയുന്ന ലൈൻ 1 ആകുന്ന ആകെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് X0യും Y 1 ആവുന്നതാണ്. നമുക്ക് പറയാം X ബാർ Y. ഇനി F2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലൈൻ 1 ആവുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്നതിൽ ആകെ ഒരു കോമ്പിനേഷൻ 1, 0 ആണ്. അപ്പോൾ X Y ബാർ. ഇനി നോക്കുക, F3 എന്ന് പറയുന്ന ലൈൻ ഔട്ട്പുട്ട് ലൈൻ 1 ആവുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എക്സും വൈയും 1, 1 ആവുന്ന കോമ്പിനേഷനാണ്. നമ്മുടെ 2 ഇൻപുട്ട് ലൈനിൽ 4 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഈ 4 കോമ്പിനേഷനിലെ ഒരു യൂണീക്ക് കോമ്പിനേഷൻ മാത്രമായിരിക്കും ഔട്ട്പുട്ട് 1 ആവുക. ഓക്കെ, അപ്പോൾ അതേ ഫിഗറാണ് ഇവിടെ, ഇതിൻ്റെ ലോജിക് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് എക്സ് കോംപ്ലിമെൻറ്റ് കൊടുത്തിരിക്കുന്നു, അത് X ബാർ Y ബാർ ആണ്. ഇത് X ബാർ Y, XY ബാർ XY. ഓക്കെ, XY 2 ഇൻപുട്ട്സ് ലൈൻ ഉണ്ട്. ദിസ് ഇസ് X ബാർ ആൻഡ് ദിസ് ഇസ് Y ബാർ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്സും ഡീകോഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള, സ്ട്രക്ചറൽ ഡിഫറൻസ്. അതിൽ നോക്കേണ്ടത് n ഇൻപുട്ട്സും 2 raised to n ഔട്ട്പുട്ടാണ് ഡീകോഡറിൻ്റെ കേസിൽ വരാം. മക്സിൻ്റെ കേസിൽ വരുന്നത് 2 raised to n ഇൻപുട്ട് ലൈനും n സെലക്ട് ലൈനും ഒരു ഔട്ട്പുട്ട് ലൈനുമാണ്. ഓക്കെ, അതേപോലെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇക്വേഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഹാഫ് ആർഡർ യൂസിങ് 2 to 4 ഡീകോഡർ. അപ്പം ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഇൻപുട്ട്സ് ഉണ്ടാവും, സം ക്യാരി 2 ഔട്ട്പുട്ട് ഉണ്ടാവും. സം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A XOR B ആണ്. ആക്ച്വലി നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ A ബാർ B പ്ലസ് A B ബാർ. ഓക്കെ, ക്യാരി എന്ന് പറയുന്നത് AB. ഓൾറെഡി നമ്മൾ ഹാഫ് ആർഡറിൻ്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ഞാൻ ഡയറക്റ്റ്ലി ഹാഫ് ആർഡറിൻ്റെ ഇക്വേഷൻ എഴുതി, A ബാർ B പ്ലസ് A B ബാർ. ഇനി ക്യാരി എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു
2 to 4 ഡീകോഡറിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്കറിയാം 2 ഇൻപുട്സ് ഉണ്ട്. അപ്പം എ ബി 4 ഔട്ട്പുട്ട് ലൈനും ഉണ്ട്. y0, y1, y2, y3. ഇതിൽ ഫസ്റ്റ് y0 എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബാർ ബി ബാർ ആണ്. y1 എന്ന് പറയുന്നത് എ ബാർ ബി ആണ്. y2 എന്ന് പറയുന്നത് എ ബി ബാർ ആണ്. y3 എന്ന് പറയുന്നത് എ ബി ആണ്. നോക്കുക, ഡീകോഡർ വെച്ചുള്ള SOP ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു SOP ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹാഫ് ഓർഡർ ഈ പറയുന്ന ഡീകോഡറിൻ്റെ കൂടെ നമുക്ക് നോർമലി യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ഓക്കെ, ഇവിടെ കാണാം ഒരു ഓർ ഗേറ്റ് ഉണ്ട്. അപ്പോൾ സം എന്ന് പറയുന്ന 2 ഔട്ട്പുട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് സം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എ ബാർ ബിയും എ ബി ബാറും ആണ് വേണ്ടത്. നമുക്ക് ഓർ ഗേറ്റിലേക്ക് നമുക്ക് എ ബാർ ബിയും എ ബി ബാറും കണക്ട് ചെയ്യും. ഇതായിരിക്കും നിങ്ങളുടെ സം. ഇനി നമുക്ക് ഈ പറയുന്ന കേസിൽ ക്യാരി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് എ ബിന്ന് എടുക്കാം. സോ ദിസ് ഇസ് എ ക്യാരി ഔട്ട്. അപ്പോൾ ഒരു 2 to 4 ഡീകോഡർ വെച്ചിട്ട് നമുക്ക് ഹാഫ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സർക്യൂട്ടറി എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് ലോജിക്കിലുള്ള ഡീകോഡറിൻ്റെ സ്റ്റാൻഡേർഡ് ഗേറ്റ് ഫോർ SOP ഇംപ്ലിമെൻറ്റേഷൻ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ആ ഗേറ്റിൻ്റെ പേരാണ് ഓർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കാവുന്നതാണ്. ഇനി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഫോർ എ ഹാഫ് ഓർഡർ, ഒരു ഹാഫ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹാഫ് ഓർഡറിൻ്റെ ഔട്ട്പുട്ട് 2 എണ്ണമാണ്. സമ്മും ക്യാരിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ് സം. ക്യാരി എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പം നമുക്ക് പ്രീവിയസ് എക്സാമ്പിളിൽ നിന്ന് അറിയാം, ബൈ യൂസിങ് 1 ഹാഫ് ഓർഡർ, സോറി, ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് എ ഹാഫ് ഓർഡർ നമുക്ക് ഒരു ഡീകോഡർ വേണം, 2 to 4 ഡീകോഡർ വേണം, ഒരു ഓർ ഗേറ്റ് വേണം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഹാഫ് ഓർഡറിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ഡീകോഡറും ഒരു ഓർ ഗേറ്റും വേണം. ഇനി ഹാഫ് ഓർഡർ ആൻഡ് ഹാഫ് സബ്ട്രാക്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ സർക്യൂട്ടറി വേണം? ഓക്കെ, അപ്പോൾ നോക്കുക, ഹാഫ് സബ്ട്രാക്ടർ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനും എ എക്സ് ഓർ ബി തന്നെയാണ്. പറഞ്ഞാൽ സമ്മിനും ഡിഫറൻസിനും ഒരേ ഇക്വേഷനാണ്, എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി ബോറോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബാർ ബി ആണ്. അപ്പോൾ നോക്കുക, ഒരു ഹാഫ് സബ്ട്രാക്ടർ ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് എന്ത് മതി? ഒരു 2 to 4 ഡീകോഡർ മതി. ഒരു 2 to 4 ഡീകോഡറും ഒരു ഓർ ഗേറ്റും വെച്ച് നമുക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാം? ഹാഫ് സബ്ട്രാക്ടറും ഇംപ്ലിമെന്റ് ചെയ്യാം, ഹാഫ് ഓർഡറും ഇംപ്ലിമെന്റ് ചെയ്യാം. 1 2 to 4 ഡീകോഡർ ആൻഡ് 1 ഓർ ഗേറ്റ്. അപ്പോൾ നോക്കുക, ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ 2 to 4 ഡീകോഡറിൽ നമുക്ക് ബോറോ ആയിട്ട് വേണ്ടത് എ ബാർ ബി ആണ്. അത് ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. ക്യാരി എന്ന് പറയുന്നത് എ ബി ആണ്. സമ്മിനും ഡിഫറൻസിനും ഒരേ ഇക്വേഷനാണ്, എ ബാർ ബി പ്ലസ് എ ബി ബാർ. By using a single 2 to 4 decoder and an OR gate, we can implement 2 functions, half order and half subtractor. ഇനി ഹാഫ് സബ്ട്രാക്ടർ വേണ്ടി മാത്രമായിട്ട് ചോദിച്ചാൽ 1 2 to 4 decoder and 1 OR gate. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്ന്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു സിംഗിൾ 2 to 4 ഡീകോഡർ വെച്ച് തന്നെ നമുക്ക് പ്ലസ് ഒരു OR gate വെച്ച് നമുക്ക് ഹാഫ് സബ്ട്രാക്ടറും ഹാഫ് ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇവിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ 3 to 8 ബൈനറി ടു ഒക്ടൽ ഡീകോഡർ. അപ്പോൾ 3 to 8 ഡീകോഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബൈനറി ടു ഒക്ടൽ ഡീകോഡർ ആണ്. ഫോർ എക്സാമ്പിൾ എ ബി സിയുടെ വാല്യൂ 0 0 0 ആണെങ്കിൽ y0 എന്ന് പറയുന്ന ലൈൻ മാത്രം 1 ആവും, ബാക്കി എല്ലാ ലൈൻസും എന്തായിരിക്കും? 0 0 0 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് 3 to 8 ഡീകോഡർ, ബൈനറി ടു ഒക്ടൽ ഡീകോഡറിന്റെ വർക്കിംഗ്. ഇനി നോക്കുക, കറസ്പോണ്ടിങ്ങിൽ ഇപ്പം എല്ലാ വാല്യൂസും 1 1 1 ആവുകയാണെങ്കിൽ ലാസ്റ്റ് y7 എന്ന് പറയുന്ന ലൈൻ മാത്രം 1, ബാക്കി എല്ലാ വാല്യൂസും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഡീകോഡർ, 3 to 8 ഡീകോഡറിന്റെ വർക്കിംഗ്. നമുക്ക് ഓരോ ലൈനും നമുക്ക് ഇക്വേഷൻ എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ y0 ആണ്. ഇപ്പോൾ എ ബാർ ബി ബാർ സി ബാർ. ഓക്കെ, അടുത്ത y1 ആണ് വരുന്നെങ്കിൽ എ ബാർ ബി ബാർ സി. സിമിലർലി നമുക്ക് y7 വരെയുള്ള ഓരോ കോമ്പിനേഷനും നമുക്കൊരു മിഡ് ടേം റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3 to 8 ഡീകോഡർ വെച്ച് ഏത്
3 വേരിയബിൾ ഫംഗ്ഷൻ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. Any SOP 3 വേരിയബിൾ ഫംഗ്ഷൻ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് എ സിംഗിൾ ഡീകോഡർ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു മക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മക്സ് വെച്ച് ആകെ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സിംഗിൾ 3 to 8 decoder വെച്ച് you can implement any number of function provided for each function we need to use separate OR gate. OR gate മാത്രം എക്സ്ട്രാ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര എക്സ്ട്രാ OR gate എടുക്കുന്നു അത്രയും SOP ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർക്കിനാണ്. മക്സ് വെച്ചിട്ട് നമുക്ക് ആകെ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു മക്സ് വേണം. പക്ഷേ ഒരു സിംഗിൾ ഡീകോഡർ യൂസ് ചെയ്ത് ക്യാൻ ഇംപ്ലിമെൻറ്റ് എനി നമ്പർ ഓഫ് ഫംഗ്ഷൻ പ്രൊവൈഡഡ് എക്സ്ട്രാ OR gate. അപ്പോൾ അടുത്ത ഡീകോഡറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4:16 ഡീകോഡർ യൂസിങ് 2 to 4 ഡീകോഡർ. അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കണക്ഷൻ നോക്കുക. ഇനി ഡീകോഡറിൽ നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനും അല്ലാതെ ഇവിടെ 2 ഇൻപുട്ട് ലൈൻ ഉണ്ട്, AB, 4 ഔട്ട്പുട്ട് ലൈനും ഉണ്ടാവും. ഓക്കെ, ഈ ഔട്ട്പുട്ട് ലൈനും അല്ലാതെ എക്സ്ട്രാ ഒരു പിന്നും കൂടെ നോർമലി ഉണ്ടാവും. ദാറ്റ് ഇസ് എ എനേബിൾ പിൻ. ഈ പറഞ്ഞ പർട്ടിക്കുലർ IC എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന സിഗ്നൽ ലോജിക് ഹൈ സിഗ്നൽ വരണം, ഓർ ലോജിക് 0. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ അനുസരിച്ച് ലോജിക് ഹൈ സിഗ്നൽ ആണ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ സിഗ്നലിൻ്റെ പിന്നിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡീകോഡറിനെ കൂടുതൽ മൾട്ടിപ്ലക്സേഴ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു 4 to 16 ഡീകോഡറാണ് എനിക്ക് വേണ്ടത് ബൈ യൂസിങ് 2 to 4 ഡീകോഡർ. ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ലൈനിൽ കാണാം 16 ലൈൻസ് വേണം. നമ്മൾ യൂസ് ചെയ്യുന്നത് 2 to 4 ഡീകോഡറാണ്. അപ്പോൾ നോക്കുക, ഒരു 2 to 4 ഡീകോഡറിൽ 4 ലൈൻസേ ഉള്ളൂ. നമുക്ക് ടോട്ടൽ 16 വേണം. സോ 16/4. ഓക്കെ, ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് എത്ര വരാം? 4 എണ്ണം വരാം, പ്ലസ് 4/4. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ചെയ്തു. അപ്പോൾ 4 + 1 ടോട്ടൽ 5 ഡീകോഡേഴ്സ് 2 to 4 ഡീകോഡർ വേണം ഒരു 4:16 ഡീകോഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇത് നോക്കുക, അതിൻ്റെ MSB 2 എണ്ണം നമ്മളിവിടെ കണക്ട് ചെയ്തു, LSB 2 എണ്ണം ഓരോ ഇതിലും കണക്ട് ചെയ്തു. ഫസ്റ്റ് കോമ്പിനേഷനിൽ ഫോർ എക്സാമ്പിൾ 0 0 0 0 വരുമ്പം നമുക്ക് Y0 എന്ന് പറഞ്ഞ ലൈൻ വേണം ഹൈ ആവാൻ. നമുക്ക് ഇത് 0 0 ആണെങ്കിൽ ഇവിടെ മാത്രം 1 വരും. ഇത് 1 വന്നു കഴിയുമ്പം ഈ പറഞ്ഞ IC എനേബിൾ ആയി. ഓക്കെ, ഇത് എനേബിൾ ആയ സിയിലും ഡിയുടെയും വാല്യൂ 0 0 ആണ് പ്രസന്റ് കേസിൽ. ABCD Y0 എന്ന് പറയുന്ന ലൈനിലേക്ക് മാത്രം എന്താവും 1 ആവും. ഓക്കെ, ഇനി നോക്കുക, ABCD 1 1 1 ആണെങ്കിൽ ABയിലും 1 1 വന്നു. ആ ടൈമിൽ എനേബിൾ ആവുന്നത് 4th ലൈൻ ആയിരിക്കും. 4th ലൈൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് IC ആണ് 1 ആവുക. ബാക്കിയെല്ലാം ഡിസേബിൾഡ് ആയി. ഓക്കെ, ഇതെല്ലാം ഡിസേബിൾഡ് ആയി, ഇത് മാത്രം എനേബിൾ ആയി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 1 വന്നു കഴിഞ്ഞാൽ Y15 ആക്ച്വലി ഈ പറയുന്ന 4th 2 to 4 ഡീകോഡറിൻ്റെ ലാസ്റ്റ് ലൈൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ Y15 is equal to 1. സോ നമുക്ക് ഈ രീതിയിൽ ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഡീകോഡർ യൂസ് ചെയ്തിട്ട്. അതുപോലെ 1-2 എക്സാമ്പിൾ കൂടെ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു 4 to 16 ഡീകോഡർ വേണം ബൈ യൂസിങ് 3 to 8. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ചെയ്യുമ്പം നമ്മൾ എക്സ്ട്രാ ഒരു ഗേറ്റിനെ കൂടെ ആവശ്യമുണ്ട് ഇവിടെ. അതായത് നോട്ട് ഗേറ്റും കൂടെ എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യണം. നോക്കുക, ഇവിടെ 16 ഔട്ട്പുട്ട് ലൈൻ വേണം. ഒരു 3 to 8 ഡീകോഡറിൽ നമുക്ക് 8 ഔട്ട്പുട്ട് ലൈൻസ് കിട്ടും. 2 ഗേറ്റ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 0 0 0 0 ഉണ്ട്. ഒരു കോമ്പിനേഷൻ, ഒരു എക്സാമ്പിൾ നോക്കുക. ആക്ച്വലി ഇത് Y0 എന്ന് പറയുന്ന ലൈനാണ്. ആക്ച്വലി 1 0 0 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ Y8 അല്ലേ. അപ്പോൾ നോക്കുക, A എന്ന് പറയുന്ന ലൈൻ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ABCD ആണെങ്കിൽ 0 ഇവിടെ കൊടുത്തു, ഇവിടെ 1 വന്നു, ഇവിടെ 0 വന്നു. ഈ പറയുന്ന IC ഡിസേബിൾഡ് ആയി, ഈ പറയുന്ന IC എനേബിൾഡ് ആയി. ഇനി BCDയുടെ വാല്യൂ 0 0 തന്നെയാണ്, 0 0 ആണ്, ഇവിടെയും 0 0 0 ആണ്. പക്ഷേ ഈ IC ഡിസേബിൾ ആയതുകൊണ്ട് ഫസ്റ്റ് ICയുടെ ഫസ്റ്റ് ലൈൻ ഇതായിരിക്കും Y0 ആയിട്ട് ആക്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി നോക്കുക, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 1 0 0 ആണ്. 1 0 0 ആണെങ്കിൽ എയുടെ വാല്യൂ 1 ആണ്, എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇത് 0 ആവും. ഈ പറയുന്ന IC ഡിസേബിൾഡ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിലൊന്നും വരില്ല. ഈ പറയുന്ന ലോവർ IC എനേബിൾഡ് ആണ്. അതിലത് 0 0 1 ആയതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ വിച്ച് ഇസ് ഈക്വൽ ടു Y8 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഈ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക.
ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഓരോ സ്റ്റേജിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ റിമൈനിങ് കേസസ് നമുക്ക് അതേപോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു മൾട്ടിപ്ലക്സറും ഡീകോഡറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണിത്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഡീകോഡർ വെച്ചിട്ട് ഐ ക്യാൻ നെസസറി ടു ജനറേറ്റ് ഓൾ മിൻ ടേംസ്. ഒരു സിംഗിൾ ഡീകോഡർ വെച്ച് നമുക്ക് ആ പറയുന്ന 2 വേരിയബിൾ ആണെങ്കിൽ 2 വേരിയബിൾ എല്ലാ മിൻ ടേംസും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഇസ് എ 3 വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ 3 വേരിയബിൾ മിൻ ടേംസും ജനറേറ്റ് ചെയ്യാം. സോ ഓൺലി വൺ ഡീകോഡർ ഈസ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് all the min terms or all 3 variable functions or n variable function. By using one multiplexer we can implement only one output function. ഓരോ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് ഓരോ മക്സ് വേണം. ഫോർ എക്സാമ്പിൾ f1 ഓഫ് എ ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് വി റിക്വയർഡ് വൺ മക്സ്. f2 ഓഫ് എ ബി നമുക്ക് വീണ്ടും വേറൊരു മക്സ് വേണം. f3 ഓഫ് എ ബി നമുക്ക് വീണ്ടും വേറൊരു മക്സ് വേണം. പക്ഷേ ഡീകോഡർ കേസിൽ 2 വേരിയബിൾ ഫംഗ്ഷനായ f1 ഇംപ്ലിമെന്റ് ചെയ്യാനും f2 ഓഫ് എ ബി ഇംപ്ലിമെന്റ് ചെയ്യാനും f3 ഓഫ് ഇ ബി ഇംപ്ലിമെന്റ് ചെയ്യാനും, സോ ഓരോന്നും ഓരോ ഫംഗ്ഷൻ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ സിംഗിൾ വൺ ഡീകോഡർ മതി. ഇവിടെ റിക്വയർഡ് മോർ ദാൻ വൺ ഓർ ഗേറ്റ്. അതൊരു പോസിബിലിറ്റിയാണ്, ഓപ്ഷനിലാണ്. ഓർ ഗേറ്റ് ചിലപ്പം ഓപ്ഷനിലാണ്, ബട്ട് സ്റ്റിൽ നമുക്കൊരു ഓർ ഗേറ്റ് എക്സ്പെക്ട് ചെയ്യാം എല്ലാത്തിനും. പക്ഷേ ഈ കേസിൽ വി റിക്വയർഡ് ഡിഫറെൻറ്റ് മാർക്സ്. ദിസ് ഇസ് അനദർ മാർക്സ്, ദിസ് ഇസ് അനദർ മാർക്സ്. ഓക്കെ, number of OR gate required is equal to the number of output function. But in the case of MUX, there is no OR gate is required. Decoder ICs are used to large output functions. Output number വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, MUX യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡീകോഡർ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി F1, F2, F3 എന്ന് പറഞ്ഞ 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. SOP മിൻ ടേംസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഡീകോഡർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ 1, 2, 4, 8, 10, 14. സെക്കൻഡ് 2, 2, 2, 5, 9, 11. തേർഡ് 1, 2, 4, 5, 6, 7. ഇനി അറിയേണ്ടത് അതിൻ്റെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ദ മിനിമം കോൺഫിഗറേഷൻ ഓഫ് ദി ഡീകോഡർ ഷുഡ് ബി 2 to 4 ലൈൻ ഡീകോഡർ ആണ്, 3 to 8 ലൈൻ ഡീകോഡർ ആണ്, 4 to 16 ലൈൻ ആണ്, 5 to 32 ആണ്. ഏത് ഡീകോഡർ വെച്ച് നമുക്ക് ഈ പറയുന്ന എല്ലാ ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുക, n is equal to 2 ആണെങ്കിൽ എനിക്ക് എൻ്റെ മിൻ ടേംസ് വരുന്നത് 0 to 3 ആയിരിക്കും. ഓക്കെ, 2 raised to n minus 1 അതാണ് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ. അപ്പോൾ n is equal to 2 ആണ്, സോ 2 square minus 1. ഓക്കെ, സോറി, അപ്പോൾ 4 minus 1. ഇനി നോക്കുക, n is equal to 3 ആണെങ്കിൽ നമുക്ക് 0 to 7 ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ 2 raised to 3 minus 1, സോ 8 minus 1. ഇനി n is equal to 4 ആണെങ്കിൽ എനിക്ക് 0 to 15 ആണ് പോസിബിൾ ആയത്. എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 raised to 4 minus 1, സോ 16 minus 1, 15. അപ്പോൾ നോക്കുക, ഫസ്റ്റ് കേസിൽ F1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 14 വരെ വന്നിട്ടുണ്ട്. 14 വരെ വരണമെങ്കിൽ ആ വേരിയബിൾ എത്ര ആയിരിക്കണം, n is equal to 4 ആണ്. 4 വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് കേസ്. F2 എന്ന് പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി 11 വരെയുള്ളൂ. 11 എന്ന് പറഞ്ഞാലും നമ്മുടെ 3 വേരിയബിൾ ആണെങ്കിൽ അപ് ടു 7 ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് എത്ര തന്നെ വേണം, n is equal to 4 തന്നെ വേണം. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ F3 ആണ്. F3യുടെ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ 2, 4 അപ് ടു 7 ഉള്ളൂ. അത് മേ ബി n is equal to 3 പോസിബിൾ ആയിരിക്കും. പക്ഷേ F1ഉം F2ഉം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 വേരിയബിൾ വേണം. അപ്പോൾ ഒരു 4 to 16 ഡീകോഡർ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഈ പറയുന്ന എല്ലാ ഫംഗ്ഷനും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ F3 എന്ന് പറയുന്നത് ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ 3 to 8 ഡീകോഡർ വെച്ച് പോസിബിൾ ആണ്. പക്ഷേ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും തേർഡ് ഫംഗ്ഷനും ഒരു സിംഗിൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് എ 4 വേരിയബിൾ, ദാറ്റ് ഈസ് 4 to 16 ഡീകോഡർ വേണം യൂസ് ചെയ്യാൻ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു 3 line to 8 line ഡീകോഡർ വിത്ത് ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്സ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെന്റ് എ 3 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതൊരു ഡീകോഡർ ആണ്, പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ആക്റ്റീവ് ലോ ഡീകോഡർ ആണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തതെല്ലാം ആക്റ്റീവ് ഹൈ ഡീകോഡർ ആണ്.
അപ്പം ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ABC അല്ലെങ്കിൽ ഈ കേസിൽ XYZ A2 ആണ് ഹൈ MSB. സോ 000 വരുവാണെങ്കിൽ പ്രീവിയസ് കേസ് അനുസരിച്ച് 0th ഔട്ട്പുട്ട് ലൈൻ മാത്രം ഹൈ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. പക്ഷെ അതിന് വരെ ഇവിടെ വരുന്നത് ഈ പറയുന്ന ലൈൻ ഏതായിരിക്കും? 0യും ബാക്കിയെല്ലാം എന്തായിരിക്കും? ഹൈ 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 എന്നുള്ള ഇതിലേക്കും. ഇതാണ് ആക്റ്റീവ് ലോ ഡീകോഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 111 ആണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, എല്ലാ ലൈനും 1 ആയിരിക്കും, 7th ലൈൻ മാത്രം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ആക്റ്റീവ് ലോ ഡീകോഡറിന്റെ ഡിഫറൻസ്. അറിയേണ്ട കാര്യം, ആക്റ്റീവ് ഹൈ ഡീകോഡറിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ആക്റ്റീവ് ഹൈ ഡീകോഡറിന്റെ SOP ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. ഓക്കെ, ഇതങ്ങ് ഓർത്ത് വെക്കാം. ഇനി ഇതേപോലെ തന്നെ ആക്റ്റീവ് ലോ ഡീകോഡറിന്റെ SOP ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഗേറ്റ് എന്ന് പറയുന്നത് NAND ഗേറ്റ് ആണ്. ഇത് രണ്ടും ഒന്ന് ഓർത്തിരുന്ന് നമുക്ക് കുറേ എളുപ്പമാണ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. ഇതൊരു പോയിന്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. ആക്റ്റീവ് ഹൈ ഡീകോഡർ ആണെങ്കിൽ SOP ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ആക്റ്റീവ് ലോ ഡീകോഡർ ആണെങ്കിൽ അതിൽ SOP ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഗേറ്റ് എന്ന് പറയുന്നത് NAND ഗേറ്റ് ആണ്. അപ്പം ഈ രണ്ട് പോയിന്റും വെച്ചിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന കോമ്പിനേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓർ ഗേറ്റ് ആണ്, പക്ഷെ അതിൻ്റെ ഇൻപുട്സ് എല്ലാം ബബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബബിൾഡ് ഓർ, നമ്മൾ ഗേറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞാണ് ബബിൾഡ് ഓർ എന്ന് പറയുന്നത് ആക്ച്വലി NAND ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കോംപ്ലിമെന്റ് ചെയ്തു, പിന്നെ ബബിൾഡ് ഓർ യൂസ് ചെയ്തു. ബബിൾഡ് ഓർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? NAND ഗേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ F കിട്ടുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? SOP ഫംഗ്ഷൻ തന്നെയാണ്. ഇത് പറഞ്ഞാൽ നോക്കുക, നമ്മൾ F is equal to sigma min terms 1 3 5 6 ഈ ഫംഗ്ഷൻ എഴുതുന്നതിന് ഇക്വലന്റ് ആണ് ഈ പറഞ്ഞ തന്നിരിക്കുന്നത്. ഡയറക്ട്ലി ആക്റ്റീവ് ഹൈ വെച്ച് നമ്മൾ എഴുതുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഗേറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, ആക്റ്റീവ് ലോ ആണ്, ആക്റ്റീവ് ലോ ഡീകോഡർ ആണ്. ആക്റ്റീവ് ലോ ഡീകോഡർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ NAND ആണ്. പക്ഷേ ഇവിടെ NANDന് പകരം തന്നിരിക്കുന്നത് ബബിൾഡ് ഓർ ആണ്. ബബിൾഡ് ഓർ എന്ന് പറഞ്ഞാൽ അഗൈൻ ഇറ്റ്സ് എ NAND ഗേറ്റ്. നമ്മൾ ഗേറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ നോക്കുക, അതേപോലെ ബബിൾഡ് എന്ന് വെച്ചാൽ ഇൻപുട്ട് സൈഡ് നോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ബബിൾഡ് പറയാം. ബബിൾഡ് NAND എന്ന് പറയുന്നത് എന്താണ്? ഓറുമാണ്. ഇതേപോലെ ബബിൾഡ് ആൻഡ് എന്ന് പറയുന്നത് നോർ ആയിരിക്കും. അതേപോലെ ബബിൾഡ് നോർ എന്ന് പറയുന്നത് ആൻഡും ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇനി അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കാം. ഇത് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ ABC ഇംപ്ലിമെന്റ് പ്രോഡക്റ്റ് ഓഫ് സം ഫോം വിൽ ബി. അപ്പോൾ അഗൈൻ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് വേണ്ടത് POS ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 ആവുന്ന കേസസ് ആണ് 1 3 5 6. ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുന്ന കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം F ബാർ അല്ലെ ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ 0 2 4 7. 0 2 4 7 നമുക്ക് ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടും? 0 ആയിട്ട്. അപ്പോൾ 0 കിട്ടുന്ന സാധനങ്ങളിലെയാണ് നമുക്ക് ആക്ച്വലി POS ഫോമിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 0 കിട്ടുന്ന കോമ്പിനേഷൻസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിനെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ മിൻ ടേംസിന് ടേംസിൽ തന്നെ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം X ബാർ Y ബാർ Z ബാർ പ്ലസ് 2 എന്ന് പറയുന്നത് X ബാർ Y Z ബാർ പ്ലസ് 4ന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് X Y ബാർ Z ബാർ പ്ലസ് 7ന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് X Y Z. ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് രണ്ട് ഇക്വേഷനിൽ നമുക്ക് X ബാർ Z ബാർ കോമൺ എടുക്കാം. റിമൈനിങ് Y ബാർ പ്ലസ് Y ആണ്. അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ട് ടൈംസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ളത്
ഇത് കോമൺ എടുത്ത വൈ ബാർ വൈ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് അസൈൻ ചെയ്യാം യൂസിങ് ബോളിംഗ് ലോസ്. റിമൈനിങ് ടൈംസ് എന്ന് പറയുന്നത് എക്സ് വൈ ബാർ ഇസഡ് ബാർ പ്ലസ് എക്സ് വൈ ഇസഡ് ആണ്. ഇനി ഇത് നമുക്ക് ഇസഡ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എക്സ് ബാർ പ്ലസ് എക്സ് വൈ ബാർ പ്ലസ് എക്സ് വൈ ഇസഡ്. ഇനി നോക്കുക ഈ പറയുന്ന ടേംസ് എക്സ് ബാർ പ്ലസ് എക്സ് വൈ ബാർ എന്ന് പറയുന്നത് നമുക്ക് റിഡൻഡൻറ്റ് റിട്ടേൺ റൂൾ വെച്ച് നമുക്ക് എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതാം. അതായത് വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് പോർഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഈ ടൈം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ടേം റെഡ്യൂസ് ചെയ്ത് ഇസഡ് ബാർ എക്സ് ബാർ ഇസഡ് ബാർ പ്ലസ് വൈ ബാർ ഇസഡ് ബാർ. കാരണം ഇതിന് പകരം നമുക്ക് എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതാം. ആൻഡ് റിമൈനിങ് ടൈംസ് എക്സ് വൈ ഇസഡ്. ഇനി അറിയേണ്ട കാര്യം ഇത് എഫ് ബാർ ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ടത് പ്രോഡക്റ്റ് ഓഫ് സം ടേം ആണ്. അതായത് എഫിൻ്റെ ഫംഗ്ഷനാണ് വേണ്ടത്. നമ്മൾ ഈ എഫ് ബാർ ആണ് ഈ കിട്ടിയിരിക്കുന്നത് ആക്ച്വലി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ബാർ. നമുക്ക് എഫ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എൻ്റയർ കോംപ്ലിമെൻ്റ് എടുക്കാം. ഓക്കെ, എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സോ നമുക്ക് എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാം. എക്സ് ബാർ ഇസഡ് ബാർ പ്ലസ് വൈ ബാർ ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡിൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ്. അത് നമ്മൾ എഴുതി കഴിയുമ്പം ബൈ യൂസിങ് ഡി മോർഗൻസ് ലോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് ഇസഡ് ഇൻറ്റു ഇവിടെ ഇസഡ് ബാർ ആയിരുന്നു. ഓക്കെ, വൈ പ്ലസ് ഇസഡ് പ്ലസ് സോറി ഇൻറ്റു എക്സ് ബാർ വൈ ബാർ പ്ലസ് ഇസഡ് ബാർ. നമ്മുടെ ഓപ്ഷനായി കിട്ടുന്നത് ഓപ്ഷൻ എ. ഓക്കെ, നമുക്കിനി എൻകോഡറിൻ്റെ ബേസിക്സ് എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഡീകോഡർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഡീകോഡറിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ആക്ച്വലി എൻകോഡർ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ് ബൈനറി കോഡ് ഫോർ 2n ഇൻപുട്ട് ലൈൻ. ഫോർ എക്സാമ്പിൾ എൻകോഡറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് there will be 2n input line, okay, and n output line. Okay, so it generates n input line and m output line. This is not compulsory that it required 2n input line. It can be less than that also. Okay, the given information is transferred to one compact form. It's called encoding. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ഒക്ടൽ ടു ബൈനറി എൻകോഡർ, ഡെസിമൽ ടു BCD, ഹെക്സ് ടു ബൈനറി. ഇതൊക്കെ സ്റ്റാൻഡേർഡ് എൻകോഡേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഒരു ഒക്ടൽ ടു ബൈനറി കൺവെർട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒക്ടലാണ്. സോ 8 ഇൻപുട്ട് ഉണ്ട്. സോ 2⁻3 8. സോ originally പറഞ്ഞ 2n ഇൻപുട്ട് ലൈൻ ഉണ്ട്, n ഔട്ട്പുട്ട് ലൈൻ ഉണ്ട്. സോ n is equal to 3 ഹിയർ. y0 y1 y2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലൈനും i0 to i7 എന്ന് പറയുന്ന ഇൻപുട്ട് ലൈനും. നോക്കുക, i0 to ഫസ്റ്റ് റോ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ i0 1 ആണ്, ബാക്കി എല്ലാ വാല്യൂസും 0 ആണെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോമ്പാക്ട് ഫോം എന്ന് പറഞ്ഞാൽ ബൈനറി എൻകോഡർ ആണെങ്കിൽ എല്ലാം 0 0 0 ആയിരിക്കും. അതായത് ബൈനറി 0 നമുക്ക് കിട്ടും. ഇനിയിപ്പം i1 എന്ന് പറയുന്ന ലൈൻ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി സെക്കൻഡ് 1 0 0 0. നോക്കുക, നമുക്ക് 3 ഔട്ട്പുട്ട് ലൈൻ ഉണ്ട്, y0 y1 y2. നമുക്കിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട കാര്യം, ഫസ്റ്റ് y0 ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. y0 1 ആവുന്ന പോസിബിലിറ്റീസ് നോക്കുക. y0 1 ആവുന്നത് i1 1 ആകുമ്പോഴുണ്ട്. ഇനി നോക്കുക i3 1 ആകുമ്പോൾ
y0 1 ആവുന്നുണ്ട്. ഇനി നോക്കുക i5 1 ആകുമ്പോഴത്തേക്ക് y0 1 ആണ്. ഇനി i7 1 ആകുമ്പോൾ i0 1 ആണ്. സോ y0 ക്യാൻ ബി റിട്ടൺ ആസ് i1 പ്ലസ് i3 പ്ലസ് i5 പ്ലസ് i7. നമുക്കറിയാം y0 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ i0 i3 i5 i7 കണക്ട് ചെയ്ത് ഒരു OR ഗേറ്റിലേക്ക് കൊടുക്കാം. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കാം. y1നെ സംബന്ധിച്ച് y1 ആണെന്നുണ്ടെങ്കിൽ നോക്കുക i2 വരുമ്പോൾ i2 1 ആവുന്ന കേസിൽ y1 1 ആണ്. ഇനി നോക്കുക i3 1 ആവുന്ന കേസിലും y1 1 ആണ്. ഇനിയുള്ള ലാസ്റ്റ് രണ്ട് കോമ്പിനേഷൻ i6ഉം i7ഉം ആണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് i2 i3 i6 i7. y1ൻ്റെ നിങ്ങൾക്ക് കാണാം ഇവിടെ i2 i3 i6 i7. ഇതേപോലെ നമ്മൾ y2 നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ y2ൻ്റെ കേസ് 1 ആവുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് i7 i6 i5 i4 ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ 1 ആണെങ്കിൽ i4 i5 i6 i7 ഏതെങ്കിലും ഒരു ലൈൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ y2 1 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് 3 to 8 ഡീകോഡറിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻകോഡർ ഫോളോസ് OR ഗേറ്റ് ആസ് ഇന്റേണൽ സർക്യൂട്ട്. നമുക്ക് കാണാം ഇവിടെ OR ഗേറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഗേറ്റ്സ്. അതേസമയം ഡീകോഡറിൻ്റെ കേസിലാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ വരുന്നത് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിൽ വരുന്ന AND ഗേറ്റ് ആണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഓർക്കാവുന്നതാണ്. എൻകോഡറിൻ്റെ ഇന്റേണൽ സർക്യൂട്ട് കാര്യത്തിൽ OR ഗേറ്റ് ആണ്. അതേസമയം ഡീകോഡറിൻ്റെ കേസിൽ ഇന്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത് AND ഗേറ്റ് ആണ്. പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞെങ്കിൽ ഡീകോഡർ വെച്ച് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് OR ഗേറ്റ് ആണ്, പക്ഷേ സ്ട്രക്ചർ ഇന്റേണൽ സ്ട്രക്ചറിനകത്ത് AND ഗേറ്റ് ആണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. ഡീകോഡർ വെച്ച് നമ്മൾ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇന്റേണലി നമ്മൾ ഓരോ SOP ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് OR ഗേറ്റ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുക, സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഏത് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി നമുക്ക് സാറിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബൈനറി ടു ഗ്രേ കോഡ് കൺവെർട്ടറും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓൾറെഡി നമ്മൾ നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്തപ്പം ബൈനറി ടു ഗ്രേ കോഡ് ഡിസ്കസ് ചെയ്താണ്. എനിവേ ഇവിടെ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. കോഡ് കൺവേർട്ടേഴ്സ് ജനറലി പറഞ്ഞാൽ n ഇൻപുട്സും m ഔട്ട്പുട്സും ഉണ്ടാവും. ഏത് ബൈനറി സീക്വൻസിന് വേണമെങ്കിലും നമുക്ക് വേറൊരു സീക്വൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദേ ആർ നോൺ ആസ് കൺവേർട്ടേഴ്സ്. ഇവിടെ ഒരു വളരെ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരെണ്ണമാണ് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ നോക്കുക ഇവിടെ ബൈനറി വാല്യൂസ് B3 B2 B1 B0 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് G3 G2 G1 G0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കുക. G0 is equal to B0 XOR B1. ഓക്കെ, ഇനി G1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B1 XOR B2 ആണ്. അതുപോലെ G2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B2 XOR B3 ആണ്. ഓക്കെ, അപ്പം ഇത് ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ 1 0 1 0 ആണെങ്കിൽ ഇത് ബൈനറി വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഈ ബൈനറീനെ നമുക്ക് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ നമുക്ക് ഗ്രേയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് B3 B2 B1 B0 നമുക്ക് വേണ്ടത് G3 G2 G1 G0. ഓക്കെ, ഫസ്റ്റ് വാല്യൂ അതേപോലെ തന്നെ എഴുതാം. അടുത്ത രണ്ട് വാല്യൂസ് എക്സോർ ചെയ്ത് അതിൻ്റെ ആൻസർ ഇപ്പോൾ 1ഉം 0 എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടി. ഇനി അടുത്ത 0ഉം 1ഉം എക്സോർ ചെയ്തു, ആൻസർ 1 ആണ്. ഇനി നോക്കുക അടുത്ത 1ഉം 0ഉം എക്സോർ ചെയ്ത് ആൻസർ 1 ആണ്. നമുക്ക് കിട്ടുന്നത് 1 0 1 0 എന്ന് പറയുന്ന ബൈനറി സീക്വൻസിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1 1 1 ആയിട്ടായിരിക്കും കിട്ടുക. നമുക്കിനി തിരിച്ച് നോക്കാം. ഗ്രേ ഓൾറെഡി തന്നിട്ടുണ്ട് 1 1 1, അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ബൈനറി ടു ഗ്രേ ആണ്. നൗ വി ആർ പെർഫോമിങ് ഗ്രേ ടു ബൈനറി. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ഗ്രേ കോഡാണ്, നമുക്ക് ബൈനറിയിലേക്ക് ചെയ്യണം. സോ G3 G2 G1 G0 അവൈലബിൾ ആണ്. 1 1 1 1. നമുക്ക് വേണ്ടത് B3 B2 B1 B0. ഈ കേസിലും G3 അതേപോലെ തന്നെ എഴുതാം. സോ 1 അതേപോലെ തന്നെ എഴുതി. പക്ഷേ ഇനി നോക്കേണ്ടത് ഇവിടെ B3 വാല്യൂവും നമ്മുടെ G2 തമ്മിൽ നമ്മൾ എക്സോർ ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ എക്സോർ ചെയ്ത് എഴുതും. അപ്പോൾ 1ഉം 1ഉം എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഇനി അടുത്ത് നോക്കേണ്ടത് B2ഉം G1ഉം എക്സോർ ചെയ്യുക. സോ 0ഉം 1ഉം എക്സോർ ചെയ്ത് ഇവിടെ ആൻസർ എഴുതുക. സോ ആൻസർ 1 ആണ്. ഇനി 1ഉം 1ഉം എക്സോർ ചെയ്യുക, ആൻസർ 0 ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ G0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് B0 എന്ന് പറഞ്ഞാൽ G0
XOR B1 ആണ്. അതേപോലെ B1 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് G1 XOR B2 ആണ്. ഓക്കെ, അതേപോലെ B2 എന്ന് പറയുന്നത് G2 XOR G3 അല്ലെങ്കിൽ B3 ആണ്. ഓക്കെ, സോ ഈ കൺവെർഷൻ മാനുവലി ചെയ്യുന്നതും ഈ പറയുന്ന സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കുക. സർക്യൂട്ട് ഡയഗ്രാം തന്നെ ഡയറക്റ്റ്ലി തന്നിട്ട് ചോദിക്കാറുണ്ട് ഏത് കൺവെർഷൻ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ചെറിയ ചെറിയ കുറച്ച് ടോപ്പിക്സ് ആണ് കോമ്പിനേഷൻ സർക്യൂട്ടിൽ വരുന്നത്. കമ്പാരിറ്റർ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് കോമ്പിനേഷൻ സർക്യൂട്ടിൽ. 1 ബിറ്റ് കമ്പാരിറ്റർ നോക്കുക, രണ്ട് വാല്യൂസ് ഉണ്ട്, എയും ബിയും. സോ എയും ബിയും ആണ് ഇവിടുത്തെ ഇൻപുട്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പാരിറ്ററിന് 3 ഔട്ട്പുട്ട്സ് വരാം. എ ഗ്രേറ്റർ ദാൻ ബി ആവാം, എ ഈക്വൽ ടു ബി ആവാം, എ ലെസ് ദാൻ ബി ആവാം. അവിടെ XY Z എന്നുള്ള 3 കോമ്പിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. XY Z ഈ ഏരിയ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. നോക്കുക, എയുടെയും ബിയുടെയും വാല്യൂ 0 0 ആണ്. അപ്പോൾ നോക്കുക, എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നാണ് നോക്കുക. എയും ബിയും കണ്ടു ചെയ്യുമ്പം ഈ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. സോ 0 ആയിരിക്കും. പക്ഷേ എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ വൈ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, കാരണം എയും ബിയും 0 0 ആണ്. സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അടുത്ത എ ലെസ് ദാൻ ബി, ആ കണ്ടീഷനും ഫോൾസ് ആണ്, കാരണം രണ്ടും ഈക്വൽ ആണ്. നമുക്ക് കിട്ടാൻ പോകുന്നത് 0 1 0 എന്നായിരിക്കും XY Z ഔട്ട്പുട്ട്. ഇനി നമുക്ക് എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ 1 ആവുന്ന കേസിൽ എ ഗ്രേറ്റർ ദാൻ ബി ചെക്ക് ചെയ്ത കണ്ടീഷൻ ഫോൾസ് ആണ്, കാരണം ബി ആണ് ഗ്രേറ്റർ. എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷനും ഫോൾസ് ആണ്, കാരണം ഈക്വൽ അല്ല. അടുത്ത് നോക്കിയാൽ എ ലെസ് ദാൻ ബി ആണ്, ശരിയാണ് അല്ലേ? 0 ലെസ് ദാൻ 1 ആണ്. സോ ഈക്വൽ കണ്ടീഷൻ മാത്രം ട്രൂ ആയിരിക്കും, അവിടെ 1 ആയിരിക്കും. ഇനിയിപ്പോൾ എ 1ഉം ബി 0 ആണെങ്കിൽ നോക്കുക, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ വാലിഡ് ആണ്, ബാക്കിയുള്ള രണ്ട് കണ്ടീഷനും ഫോൾസ് ആയിരിക്കും. ഈ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെൻറ്റർ വൈ മാത്രമായിരിക്കും 1, ബാക്കി രണ്ട് വാല്യൂസും 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് 2 ടേബിൾ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട എക്സിൻ്റെ വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എക്സ് നോക്കുക, എക്സ് 1 ആവുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എ 1ഉം ബി 0 ആണ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ബാർ. അപ്പോൾ എ ബി ബാർ ആണ് എക്സിൻ്റെ ഇത്. വൈ 1 ആവുന്ന രണ്ട് കോമ്പിനേഷൻസ് ഉണ്ട്, എയും ബിയും 0 0 ആവാം, എയും ബിയും 1 1 ആവാം. അപ്പോൾ നോക്കുക, എ ബാർ ബി ബാർ ഉണ്ട്, വൈ ഈക്വൽ ടു പ്ലസ് എ ബി ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് നോർ ഗേറ്റ് ആണ്. സോ എ എക്സ് ഓർ ബി ഹോൾ ബാർ ആണ്, ഓർ വി ക്യാൻ റൈറ്റ് എ എക്സ് നോർ ബി. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം ഈക്വാലിറ്റി ചെക്കറിൻ്റെ ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സ് നോർ ഗേറ്റ് ആണ്. എക്സോർ അല്ല, ഈക്വാലിറ്റി ചെക്ക് ചെയ്യുന്നത് എക്സ് നോർ ആണ്. അപ്പോൾ അതൊക്കെയാണ്. ഇനി എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ്. നോക്കുക, അതിലൊരു 1 മാത്രമേ വരുന്നുള്ളൂ, വിച്ച് ഇസ് എ ബാർ ബി. ഓക്കെ, കറസ്പോണ്ടിങ് ലോജിക് ഡയഗ്രാം. അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഈക്വാലിറ്റി ചെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് നോർ ഗേറ്റ് ആണ്. രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കാൻ നമുക്ക് എക്സ് നോർ ഗേറ്റ് ആണ്, എക്സ് ഓർ ഗേറ്റ് അല്ല, എക്സ് നോർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം 4 ബിറ്റ് ഈക്വാലിറ്റി ഡിറ്റക്ടർ. 4 ബിറ്റ് നമുക്ക് ഈക്വൽ ആണോ എന്ന് നോക്കാൻ എഗെയിൻ നമുക്കറിയാം എക്സ് നോർ ഗേറ്റ് ആണ് ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നോക്കുക, A3 A2 A1 A0 എന്ന് പറയുന്ന 4 ബിറ്റ്, B3 B2 B1 B0 എന്ന് പറയുന്ന 4 ബിറ്റ്. ഈ 4 ബിറ്റ്സും ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് A0 B0 ഈക്വൽ ആണെന്ന് നോക്കുക. അപ്പോൾ A0 B0 ഈക്വൽ ആണെന്ന് നോക്കി, A1 B1 ഈക്വൽ ആണെന്ന് നോക്കി, A2 B2 ഈക്വൽ ആണെന്ന് നോക്കി, A3 B3 ഈക്വൽ ആണെന്ന് നോക്കി. ഓക്കെ, ഈ പറയുന്ന എല്ലാ കോമ്പിനേഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് എല്ലാം 1 ആയി കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട്, സോറി വൈ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആക്ച്വലി ഇത് ഒരു എക്സ് നോർ ഓപ്പറേഷൻ ആണ് ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സ് നോർ ഗേറ്റിനെ ഔട്ട്പുട്ട്സിനെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഈക്വാലിറ്റി ചെക്കറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ n നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട്, ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. നോക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വൈ ഓഫ് എ 2 ബിറ്റ് കമ്പാരിറ്റർ ലോജിക് ഇസ് 1 whenever the 2 bit input A is greater than the 2 bit input. Okay. A is greater than B ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷൻ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എത്ര കോമ്പിനേഷൻസ് വരുന്നു, നമ്പർ ഓഫ് കോമ്പിനേഷൻ ഫോർ വിച്ച് ഔട്ട്പുട്ട് ലോജിക് ഈസ് 1 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയും ബിയും 2 ബിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ പറയുന്ന കോമ്പിനേഷൻസ് ഒന്ന് എഴുതി നോക്കാം. എ ആക്ച്വലി 2 ബിറ്റ് ഉണ്ട്, A2 A1 B2 B1 2 ബിറ്റ് ഉണ്ട്. ഫസ്റ്റ് കേസ് നോക്കുക, A0 0 ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 0 0. ഓക്കെ, അപ്പോൾ
എയുടെ വാല്യൂ 0 0 ആണ്, ബിയുടെ വാല്യൂ 4 കോമ്പിനേഷൻ നമുക്ക് നോക്കണം 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. ഈ കണ്ടീഷൻ വേണം, ഈ കണ്ടീഷൻ വേണം, ഈ കണ്ടീഷൻ വേണം. ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഈ പറയുന്ന കോമ്പിനേഷനിലെല്ലാം എ ലെസ് ദാൻ 0 ആണ്. സോ ഔട്ട്പുട്ട് എല്ലാം എന്തായിരിക്കും 0 ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എയുടെ വാല്യൂ 0 1 ആക്കി വെച്ചിട്ട് ബിയുടെ വാല്യൂ വേരി ചെയ്യുക 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ നോക്കുക ഫസ്റ്റ് കോമ്പിനേഷനിൽ എയുടെ വാല്യൂ 0 1ഉം ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ കേസിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഔട്ട്പുട്ട് 1 ആണ്. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷനിലും ഔട്ട്പുട്ട് എന്താണ് 0 ആണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് എയുടെ വാല്യൂ നമുക്ക് 1 0 ആക്കുക, ബിയുടെ വാല്യൂ വേരി ചെയ്യുക 0 0 0 1 0 1 1. നോക്കുക ആ കോമ്പിനേഷനിൽ ഇവിടെ 2 ആണ്, ഇത് 0 ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ഇവിടെ. അടുത്തത് 2ഉം 1ഉം കൂടെ ചെക്ക് ചെയ്യുന്നു, അവിടെയും എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അടുത്ത രണ്ട് കോമ്പിനേഷനിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നോക്കുക ലാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 1 1 ആക്കി വെച്ചിട്ട് ബിയുടെ വാല്യൂ 0 0 0 1 1 0 1 1 വേരി ചെയ്യുന്നു. നോക്കുക ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറയുന്ന കോമ്പിനേഷനിലും 1 ആണ്. ഓക്കെ, ഇവിടെ 3ഉം ഇവിടെ 2 ആണ്. സോ ഇവിടെയും എ ഗ്രേറ്റർ ദാൻ ബി ആണ്. എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷനിൽ മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നോക്കുക ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്, 1 2 3 4 5 and 6. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി കോമ്പിനേഷൻ സർക്യൂട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ലോജിക്കാണ് പാരിറ്റി സർക്യൂട്ട്സ്. പാരിറ്റി സർക്യൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ D0 D1 D2 D3. ഓക്കെ, നമ്മളെ ഇതിൻ്റെ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്പർ ഓഫ് വൺസിൻ്റെ കൗണ്ടിനെയാണ് ആക്ച്വലി പാരിറ്റി. ഈ പാരിറ്റി ആക്ച്വലി യൂസ് ചെയ്യുന്നത് എറർ ചെക്കിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ബിറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് ഇസ് നോൺ ആസ് എ പാരിറ്റി ബിറ്റ്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വാല്യൂ 0 1 1 1 ആയിരുന്നു വിചാരിക്കാം. അപ്പോൾ നോക്കുക നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവൻ പാരിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യുമ്പം ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ആയിരിക്കണം ആസ് എ ഹോൾ. നമ്മുടെ ആക്ച്വലി ഡേറ്റ എന്ന് പറയുന്നത് D0 to D3 ആണ്. നമുക്ക് D0 to D3നെ XOR ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് 1 ഫോർ ഓഡ് നമ്പർ. നമുക്കറിയാം XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഓഡ് നമ്പർ ഓഫ് ഫണ്ട്സ് വന്നു കഴിഞ്ഞാൽ 1 ആയിരിക്കും. നമുക്ക് ഇവിടെ D0 to D3 നോക്കി കഴിഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ഫണ്ട്സ് ആണ് അല്ലേ, 1 2 3 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആയിരിക്കും. പിന്നെ ആസ് എ ഹോൾ ഈ പറയുന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറി, ഈവൻ പാരിറ്റി ആയിട്ട് മാറി, ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന ഇതിൽ ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 1 എന്ന് പറയുന്ന വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് അല്ലേ. ഫസ്റ്റ് 4 ബിറ്റ് D0 to D3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ XOR ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആണ്. നോക്കുക ഈ രണ്ട് കേസിലും ഈ ടോട്ടൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ അതെന്താക്കി മാറ്റും, ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ആക്കി മാറ്റും. അതാണ് ആക്ച്വലി ഈവൻ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ഈവൻ പാരിറ്റി. അപ്പോൾ വൺസ് നമ്മൾ ഈ ഡേറ്റ സെൻഡ് ചെയ്തു, ഇനി ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ എന്തെങ്കിലും രീതിയിലുള്ള എറർ ഒക്കർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എറർ ഒക്കർ ചെയ്തിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഈ പാരിറ്റി ചെക്ക് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ബിറ്റ് എറർ മാത്രമേ ഉള്ളൂ. അതും എറർ ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ, എറർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന കേസിൽ ഞാൻ സെൻഡ് ചെയ്ത ഡാറ്റ ഇത് തന്നെയായിരുന്നു. അപ്പോൾ റിസീവർ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നോക്കുക 0 1 1 1 ആണ് സെൻഡ് ചെയ്തത്. സെൻഡ് ചെയ്ത ഡാറ്റ ഇതാണ്, നമ്മുടെ പാരിറ്റി എന്ന് പറയുന്ന ബിറ്റ് 1 ആണ്. ഇത്രയും സാധനം റിസീവറിൽ എത്തിക്കഴിയുമ്പം എന്താ വീണ്ടും ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും പാരിറ്റി ജനറേറ്റ് ചെയ്ത് നോക്കും. D0 to D3 ബിറ്റ് വെച്ച് പാരിറ്റി ജനറേറ്റ് ചെയ്ത് നോക്കും. നോക്കുക ഇവിടെയും ഓഡ് നമ്പർ ഓഫ് ഫണ്ട്സ് ആണ്. സോ ഔട്ട്പുട്ട് എന്താവും 1 ആണ്. രണ്ട് 1ഉം ഓൾറെഡി പാരിറ്റി ബിറ്റിലെ വാല്യൂ കൂടെ ചെക്ക് ചെയ്ത് നോക്കും. അത് രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താവും 0 ആണ്. അത് എറർ ഇല്ല എന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ പറയുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് ഈ പറയുന്ന ഒരു ബിറ്റും കൂടി എന്തായിപ്പോയി, 0 ആയിപ്പോയി. അങ്ങനെ 0 ആണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ പാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ആണ് XOR ഗേറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു 0 ഒരു 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും, 1 ആവും. എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എറർ ഒക്കർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് റിസീവർ സൈഡിലെ ലോജിക്ക്. ഇതാണ് ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റിക്ക് പകരം നിങ്ങൾ ഓഡ് പാരിറ്റിയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന XNOR ഗേറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈവൻ പാരിറ്റിയാണ്. ഈവൻ പാരിറ്റിക്ക് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ XOR ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓഡ് പാരിറ്റിക്ക് ആണെങ്കിൽ ഇതേ സ്ഥാനത്ത് XNOR ഗേറ്റ് വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഗേറ്റ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പാരിറ്റി ചെക്ക് ആൻഡ് പാരിറ്റി ജനറേഷൻ. അപ്പോൾ XOR ആൻഡ് XNOR ഗേറ്റ് ആണ് നമുക്ക് പാരിറ്റി ചെക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അറിയേണ്ടത് പാരിറ്റി എന്ന് പറയുന്നത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എറർ കറക്ഷൻ അല്ല, എറർ ഡിറ്റക്ഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് തന്നെ ഈവൻ നമ്പർ ഓഫ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് വി കനോട്ട് ഡിറ്റക്ട്. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് ബിറ്റിൽ എറർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. സോ ഒരു ബിറ്റിൽ ചേഞ്ച് വരിക അല്ലെങ്കിൽ 3 ബിറ്റ്സിൽ ചേഞ്ച് വരിക, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈവൻ നമ്പർ ഓഫ് എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതും ഡിറ്റക്ട് ചെയ്യാനേ പറ്റുള്ളൂ എറർ ഒക്കർ ചെയ്തു എന്നുള്ളത്. ഇതാണ് കോമ്പിനേഷൻ സർക്യൂട്ടിലെ പാരിറ്റി സർക്യൂട്ടിനെ കുറിച്ച് പറയാം.